ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മലയാളികൾ സംസ്കാരമുള്ള ജനസമൂഹമായതെന്ന് സയ്യിദ് മിർസ. സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പങ്കെടുത്ത ജനകീയ വിപ്ലവമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളായി മാറുന്നത് ക്യാമ്പസുകളിലേക്കുള്ള ലഹരി മാഫിയകളുടെ കടന്നുവരവോടെയാണെന്ന് AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ദർശിത്. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനായി വീട്ടമ്മമാരുടെ കൂട്ടായ്മ വീണ്ടും ചിത്രങ്ങളുമായി എത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മലയാളികൾ സംസ്കാരമുള്ള ജനസമൂഹമായതെന്ന് സയ്യിദ് മിർസ. രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ മേഖലാ പതിപ്പായ RIFFK സംവിധായകനും KR നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ സയ്യിദ് മിർസ ഉദ്ഘാടനം ചെയ്തു. അർദ്ധസത്യങ്ങളിൽ നിന്ന് സിനിമയെന്ന പേരിൽ മാലിന്യ കൂമ്പാരം ഉണ്ടാക്കുകയാണ് വലതുപക്ഷ ഫാഷിസ്റ്റ് സിനിമാ പ്രവർത്തകരെന്ന് സയ്യിദ് മിർസ പറഞ്ഞു. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മലയാളികൾ സംസ്കാരമുള്ള സമൂഹമായതെന്നും സയ്യിദ് മിർസ പറഞ്ഞു. And from the early 1970s onwards, the film society movement began to gain real momentum in Kerala. Many of these societies often aligned, very important to, I must underline this, many of these societies often aligned with left-wing ideology. I'm emphasizing it. When I say left-wing, I mean compassionate, inclusive, not bigoted. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടി മീനാക്ഷി ജയൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡൗൺ സിൻഡ്രോമിനെ തോൽപ്പിച്ച് സിത്താരെ സമീം പർ സിനിമയിൽ അമീർ ഖാനോടൊപ്പം അഭിനയിച്ച് ശ്രദ്ധേയനായ ഗോപികൃഷ്ണൻ വർമ്മയെ ആദരിച്ചു. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ, കുക്കു പരമേശ്വരൻ, നടന്മാരായ സുധീഷ്, സന്തോഷ് കീഴാറ്റൂർ, സംവിധായകനും അക്കാദമി അംഗവുമായ സോഹൻ സീനുലാൽ, അക്കാദമി സെക്രട്ടറി C. അജോയ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD VS പ്രിയദർശനൻ, സംഘാടക സമിതി കൺവീനർമാരായ KT ശേഖർ, KJ തോമസ്, ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ H. ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈരളി, ശ്രീ, കോർണേഷൻ എന്നീ തിയേറ്ററുകളിലെ 3 സ്ക്രീനുകളിലായി നടക്കുന്ന മേള 11-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പങ്കെടുത്ത ജനകീയ വിപ്ലവമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. വന്ദേ മാതരം സുപ്രജോഷ്ണ പുളകിതയാമിനി തുല്യകുസുമിത നൃമദളശോഭിനി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പങ്കെടുത്ത ജനകീയ വിപ്ലവമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരം നടന്നിട്ട് ഇന്ന് 83 വർഷമാവുന്നു. കോഴിക്കോട് DCCയിൽ ക്വിറ്റ് ഇന്ത്യ സമര ദിനാചരണവുമായി ബന്ധപ്പെട്ട് പുഷ്പാർച്ചനയും പ്രതിജ്ഞ ചൊല്ലലും നടത്തി. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ മറ്റു പ്രമുഖ നേതാക്കളും പങ്കെടുത്തു.
ബ്രിട്ടീഷുകാരിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അതിശക്തമായി പങ്കാളിയാകുമെന്ന് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളായി മാറുന്നത് ക്യാമ്പസുകളിലേക്കുള്ള ലഹരി മാഫിയകളുടെ കടന്നുവരവോടെയാണെന്ന് AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ദർശിത്ത്. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലൈംഗിക വിദ്യാഭ്യാസം പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുക, യൂണിവേഴ്സിറ്റി പരീക്ഷാ കലണ്ടറും ഫീസും ഏകീകരിക്കുക തുടങ്ങിയ 35ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AISF മാർച്ച് നടത്തിയത്. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ദർശിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കലാലയങ്ങളിലെ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ദർശിത്ത് പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കപ്പെട്ട ക്യാമ്പസുകൾക്കകത്തെ വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളായി മാറുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ലഹരി മാഫിയകളുടെയും വർഗീയ സംഘടനകളുടെയും കടന്നുകയറ്റത്തിന് കാരണമാകുന്നുണ്ട്. റാഗിംഗ് ഉൾപ്പെടെയുള്ള മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി ക്യാമ്പസുകളെ മാറ്റി തീർക്കുകയാണെന്നും ബി ദർശിത്ത് അഭിപ്രായപ്പെട്ടു. എന്താണ് അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ആദ്യമായി അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിയമനിർമ്മാണത്തിലൂടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് സാധുത നൽകണം എന്നുള്ളതാണ്. AISF ജില്ലാ പ്രസിഡന്റ് ഹരികൃഷ്ണ RS അധ്യക്ഷത വഹിച്ചു. AISF ജില്ലാ സെക്രട്ടറി വൈശാഖ കല്ലാച്ചി സ്വാഗതവും ശ്രേയ ബാബു നന്ദിയും പറഞ്ഞു. മാർച്ചിന് അഭിനന്ദ് KP, ആകാശ് P സുനിൽ, അശ്വതി, വിക്രാന്ത് KP, അക്ഷത് PR, സ്റ്റാലിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വീട്ടമ്മമാരുടെ കൂട്ടായ്മ വീണ്ടും ചിത്രങ്ങളുമായി എത്തി.
ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനാണ് ചിത്ര പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയത്. ഇത്തവണ 140 സ്ത്രീകളാണ് 140 ചിത്രങ്ങളുമായി ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടങ്ങിയിരിക്കുന്നത്. ദുബായിൽ നിന്നുള്ള 4 വയസ്സുകാരി ഇഷാൻവി വരദ ഗംഗേഷ് മുതൽ 80കാരിയായ കോവൂരിലെ ഹേമമാലിനി വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി സ്കോളർഷിപ്പ് പദ്ധതിയുമായാണ് ഇത്തവണയും ഇവർ ചിത്ര പ്രദർശനം നടത്തുന്നത്. ചിത്രം വിറ്റുകിട്ടുന്ന പണത്തിന്റെ 25% ഈ പദ്ധതിയിലേക്ക് ചിത്രകാരികൾ നൽകും. 3000 രൂപ മുതൽ 35,000 രൂപ വരെ വിലയുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട്. 2013 നഗരത്തിലെ വീട്ടമ്മമാരായ ഗീത വാസുദേവ്, പ്രേംജ ബാബുരാജ്, പ്രണിത ദിവാകരൻ, രുക്മിണി എസ് നായർ, അനുപമ സുനിൽ, രശ്മി കിഷോർ, സുധ പ്രേംനാഥ്, വീണ സബു, പ്രിയ ജയകുമാർ, രാധിക രഞ്ജിത്ത് എന്നിവർ ചേർന്ന് സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചത്. സ്നേഹവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. 2013 10 സ്ത്രീകൾ കൂടി തുടങ്ങിയ ഒരു എക്സിബിഷൻ ഇപ്പം 141 ചിത്രകാരികളായിട്ട് ലളിതകലാ ആർട്ട് ഗാലറിയിൽ ഷോ നടത്തുകയാണ്. 12-ാം തീയതി വരെയാണ് സമാപിക്കുക ഷോ. ഇതിൻ്റെ ഫണ്ട് ക്യാൻസർ ബാധിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 2000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള പെയിന്റിങ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷങ്ങളിലെ ചിത്രപ്രദർശന വിപണനത്തിലൂടെ സമാഹരിച്ച പണം കൊണ്ട് ഇവർ മെഡിക്കൽ കോളേജിലെ IMCHൽ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികൾക്കായി ഒരു പാർക്ക് നിർമ്മിച്ചു നൽകി. ഇവിടുത്തെ ക്യാൻസർ വാർഡിലെ കുട്ടികൾക്കായി ചികിത്സാ സഹായം നൽകാനും TV, പ്രൊജക്ടർ, പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയ വിവിധ സാധനങ്ങൾ നൽകാനും സാധിച്ചിട്ടുണ്ട്. ചിത്രപ്രദർശനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായി. 12 വൈകിട്ട് 4 നടക്കുന്ന സമാപന ചടങ്ങിൽ ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഡോക്ടർ VT അജിത് കുമാർ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ഭാഗമായി ഖാദി യുവഭാരത് ബ്രാൻഡിന്റെയും കൂൾബാറിന്റെയും ഉദ്ഘാടനം നടന്നു. T സിദ്ദീഖ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2025ന്റെ ഭാഗമായി ഖാദി യുവഭാരത് ബ്രാൻഡിന്റെയും കൂൾബാറിന്റെയും ഉദ്ഘാടനം T സിദ്ദീഖ് MLA നിർവഹിച്ചു. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവ യുദ്ധത്തിനെതിരെ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അതീശത്വ സമീപനത്തിനെതിരെ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എങ്ങനെയാണോ ചർക്കയെ, എങ്ങനെയാണോ സ്വദേശി പ്രസ്ഥാനത്തെ, സ്വയം പര്യാപ്തമായിട്ടുള്ള സാമ്പത്തിക വികാസ പ്രക്രിയയിലേക്കുള്ള പ്രയാണത്തെ ഗാന്ധി വാർത്തെടുത്തത്, അതുപോലെ ഈ രാജ്യത്തെ വാർത്തെടുക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. നമുക്ക് നിന്നേ പറ്റൂ, അതിജീവിച്ചേ പറ്റൂ, നമുക്കതിനെ പകഞ്ഞു മാറ്റി മുന്നോട്ട് പോയേ പറ്റൂ. അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തിന് സാധിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഗാന്ധിയുടെ ഇന്ത്യക്ക് മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കി അതിന് സാധിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ ഈ സന്ദർഭത്തിൽ വെച്ചു പുലർത്താനും ആഗ്രഹിക്കുന്നു. ഖാദി യുവഭാരത് ഷർട്ടിന്റെ ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം സുദർശൻ ബാലന് കൈമാറി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ നിർവഹിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് മുരളീധരൻ KK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതം പറഞ്ഞു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ K മൊയ്തീൻ കോയ, T റെനീഷ്, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ T ഷൈജു നന്ദി പറഞ്ഞു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഖാദി തുണിത്തരങ്ങളും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും കിഴിവുകളോടെയും ആകർഷകമായ സമ്മാനങ്ങളോടെയും ക്രെഡിറ്റ് സൗകര്യങ്ങളോടെയും സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ഓണം ഖാദി മേള 2025. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CMPയുടെ 40ാം ജന്മദിനവും ചാത്തുണ്ണി മാസ്റ്ററുടെ അനുസ്മരണവും ഓഗസ്റ്റ് 11 ടൗൺ ഹാളിൽ നടക്കും. CMP ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. ചാത്തുണ്ണി മാസ്റ്ററെ CMPക്ക് മറക്കാൻ സാധിക്കില്ല. ചാത്തുണ്ണി മാസ്റ്ററാണ് ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ഒരു മുന്നേറ്റം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്കല്ലാതെ സാധിക്കില്ല എന്ന് ഉറച്ച് UDFന്റെ പാളയത്തിലേക്ക് കേരളം എന്ന് MGRനെ കൂടി നിർബന്ധിച്ച് UDFന്റെ പാളയത്തിൽ എത്തിച്ചത്.
CMPയുടെ 40ാം ജന്മദിനവും ചാത്തുണ്ണി മാസ്റ്ററുടെ അനുസ്മരണവും ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. CMP ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റസാഖ് മാസ്റ്റർ, RMP നേതാവ് N വേണു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത PK ഷിഫാനയെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ CMP ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ, കോഴിക്കോട് ഏരിയ സെക്രട്ടറി അബ്ദുൽ അസീസ്, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഫൗസിയ PB, കുന്നമംഗലം ഏരിയ സെക്രട്ടറി വിനോദ് N എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന വരലക്ഷ്മി പൂജ ഭക്തിസാന്ദ്രമായി. പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച നടന്ന വരലക്ഷ്മി പൂജ ഭക്തിസാന്ദ്രമായി. വിഘ്നേശ്വര പൂജയോടെ ആരംഭിച്ച ചടങ്ങിൽ കലാശ സ്ഥാപനം നടന്നു. തുടർന്ന് കൽപ്പോക്ത വരലക്ഷ്മി പൂജ, ദീപാരാധന, തോരകബന്ധനം, പ്രസാദ വിതരണം എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവണി അവിട്ടം ആഘോഷിച്ചു. ഹോമാദി കർമ്മങ്ങൾക്ക് മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ MR വെങ്കിട്ടരാമ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ സ്വഗൃഹങ്ങളിൽ വെച്ച് പ്രാതസന്ധ്യാവന്ദനം, കാമമന്യു ജപം, മാധ്യാനികം എന്നിവയ്ക്ക് ശേഷം ബ്രാഹ്മണ സമൂഹാംഗങ്ങൾ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ച് ബ്രഹ്മയജ്ഞം, ദേവർഷി ദർപ്പണം, മഹാസങ്കല്പം എന്നീ കർമ്മങ്ങൾ നടത്തി. തുടർന്ന് പ്രായശ്ചിത്ത സ്നാനം കഴിഞ്ഞ് എല്ലാവരും യജ്ഞോപവീത ധാരണം നടത്തി. കാണ്ഡഋഷി ദർപ്പണത്തെ തുടർന്ന് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഹോമം, വേദാരംഭം, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവ നടന്നു. ഹോമാദി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ MR വെങ്കിട്ടരാമ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതന്മാരായ ബ്രഹ്മശ്രീ രഘു വാദ്യാർ, ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ, ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ, ബ്രഹ്മശ്രീ ശ്രീറാം ഗണപാടികൾ,
ബ്രഹ്മശ്രീ കൃഷ്ണമൂർത്തി വാദ്യാർ, ബ്രഹ്മശ്രീ നീലകണ്ഠ ശർമ്മ, ബ്രഹ്മശ്രീ ശ്രീനാഥ് ശർമ്മ, ബ്രഹ്മശ്രീ ജയശങ്കര ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ചടങ്ങിന് തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് പി ധർമ്മരാജൻ, സെക്രട്ടറി AS വിവേകാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി MJ അനന്തനാരായണൻ, വൈസ് പ്രസിഡന്റ് R വിശ്വനാഥ്, ട്രഷറർ RV നാഥ്, വേദപാഠശാല ട്രസ്റ്റി സെക്രട്ടറി VP രവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണ യജ്ഞം നടത്തി. ആയടം കേശവൻ നമ്പൂതിരി, ശ്രീമണി അന്തർജനം കക്കഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നത്. കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണ യജ്ഞം നടത്തി. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ 100ഓളം പേർ പങ്കെടുത്ത ചടങ്ങിൽ ഒരു ദിവസം കൊണ്ട് പാരായണം നടത്തുക എന്നതാണ് ചടങ്ങിന്റെ ഭാഗമായി നടന്നതെന്ന് ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് പ്രസാദ് നമ്പീശൻ കോട്ടൂർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ സന്നിധി രാമായണ മാസാചരണ കാലത്ത് രാമായണ ശീലുകളാൽ മുഖരിതമാണ്. ഇവിടെ കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം 5114 ഈരടികൾ സമഗ്രമായി വായിച്ചു തീർക്കുകയാണ്. ആയടം കേശവൻ നമ്പൂതിരി, ശ്രീമണി അന്തർജനം കക്കഞ്ചേരി എന്നീ ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് പാരായണ യജ്ഞം നടന്നത്. ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി മത്സരവും പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് മലയാളികൾ സംസ്കാരമുള്ള ജനസമൂഹമായതെന്ന് സയ്യിദ് മിർസ. സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും പങ്കെടുത്ത ജനകീയ വിപ്ലവമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളായി മാറുന്നത് ക്യാമ്പസുകളിലേക്കുള്ള ലഹരി മാഫിയകളുടെ കടന്നുവരവോടെയാണെന്ന് AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി B ദർശിത്. ക്യാൻസർ ബാധിതരായ കുരുന്നുകളെ സഹായിക്കാനായി വീട്ടമ്മമാരുടെ കൂട്ടായ്മ വീണ്ടും ചിത്രങ്ങളുമായി എത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.